ഹായ് ഓൾ, വെൽക്കം ടു വെറാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വിളിക്കുന്നത്, ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും ഉണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കേണ്ടാവും അതിനെന്താ അത്ര വലിയ പ്രത്യേകത? ഇത്ര വലിയ പ്രത്യേകത ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ SSCക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയൊക്കെ. അത്ര വലിയ ചോദ്യങ്ങൾ SSCക്ക് ചോദിക്കാറുണ്ട്, ഉണ്ട്. വലിയ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ചെറിയ ചോദ്യങ്ങളും ഈ ചോദ്യത്തിൽ നിന്ന് വരാറുണ്ട്. ഒരു വട്ടം SSC ചോദിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും ഉണ്ടെന്ന്. അവർ കൃത്യമായ ഓപ്ഷൻസ് തന്നു. 28(8), 28(9), 30(2) ഇങ്ങനെ പല ഓപ്ഷൻസ് എന്ത് ചെയ്തു വന്നു. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സംസ്ഥാനങ്ങളുണ്ടെന്നറിയാം, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്നറിയാം. ചിലപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങളുടെ എണ്ണം പലപ്പോഴും വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പോലും യൂണിയൻ ടെറിട്ടറീസിൻ്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്യും? വിട്ടുപോകും. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ എത്ര സംസ്ഥാനവും യൂണിയൻ ടെറിട്ടറി ഉണ്ട്? നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നു കാണും. ഞാൻ പറയാം, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും 29 സംസ്ഥാനങ്ങളും 7 യൂണിയൻ ടെറിട്ടറി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. 28 സംസ്ഥാനവും 9 യൂണിയൻ ടെറിട്ടറി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളും എൻ്റെ മുന്നിലുണ്ടാവും. ഐ ആം ഡാം ഷുവർ, നോ ഡൗട്ട്. അപ്പോൾ ചോദിക്കുക എങ്ങനെ? ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. പല ക്ലാസ്സുകളിൽ നിന്നും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ യഥാർത്ഥത്തിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇപ്പോൾ ജമ്മു കാശ്മീർ എന്നുള്ള സംസ്ഥാനം മാറ്റി ലഡാക്കും ജമ്മു എന്ന് പറഞ്ഞ 2 യൂണിയൻ ടെറിട്ടറി ആയിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതേ വർഷം, അഥവാ 2019 ദാദ്ര നഗർ ഹാവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്ന് പറഞ്ഞ 2 യൂണിയൻ ടെറിട്ടറീസിനെ ഒന്നിച്ചു ചേർത്തതും ആ 2 യൂണിയൻ ടെറിട്ടറീസിനെ കല്യാണം കഴിപ്പിച്ച് വിട്ട് നിലവിൽ ഒരു യൂണിയൻ ടെറിട്ടറി സ്ഥിതി ചെയ്യുന്നതും ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞു കാണില്ല. അപ്പോൾ ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, നമ്മുടെ SSCക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ആൻഡ് ഇപ്പോൾ ഇത്രയുള്ള ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസാണ് പലപ്പോഴും എന്ത് ചെയ്യുന്ന SSC GK സൈഡിൽ നിന്ന് ചോദിച്ചു വരുന്നതും നമ്മളെ കൊണ്ട് തെറ്റിക്കുന്നതും. ക്ലിയർ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ആരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണം? ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന SSCയുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഇതിൻ്റെ ഒരു ചരിത്രമാണ്. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അന്ന് ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്നൊരു രാജ്യമായിരുന്നു ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം വന്ന നാട്ടുരാജ്യങ്ങളെ നമുക്ക് സംസ്ഥാനങ്ങളായി ക്ലാസിഫൈ ചെയ്യണമെന്നൊരു അജണ്ട നമുക്കുണ്ടായിരുന്നു. ആദ്യകാലത്ത് ചുമ്മാ ഒരു ABCD എന്ന് പറഞ്ഞ രീതിയിൽ മാത്രമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഈ പറയുന്ന സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യണോ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് ഇഷ്ടം ഈ സംസ്ഥാനങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അഥവാ ഭരിക്കാനുള്ള സുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുക? ഭാഷയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിരുന്നു ഇഷ്ടം. എന്തായാലും അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1948 ജൂണിൽ ആദ്യമായി നിലവിൽ വന്ന ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനാണ് SK ധർ കമ്മീഷൻ. SK ധർ കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ് ഒന്നും കൂടി നല്ലത് ഭാഷയേക്കാൾ എന്നുള്ളതായിരുന്നു ആരുടെ റെക്കമെൻഡേഷൻ? SK ധർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ. പിന്നീട് അതേ വർഷം 1948 ഡിസംബറിൽ അന്ന് കോൺഗ്രസ് ഒരു പുതിയ കമ്മിറ്റിയെ കൂടി രൂപീകരിക്കുന്നുണ്ട്, JVP കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ തുടങ്ങിയവരടങ്ങുന്നായിരുന്നു JVP കമ്മിറ്റി. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. ആ JVP കമ്മിറ്റിയും ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചു. ആൻഡ് വാട്ട് ദ JVP കമ്മിറ്റി ടോൾഡ്, ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആരെയും രൂപീകരിക്കരുത്, സംസ്ഥാനങ്ങളെ രൂപീകരിക്കരുത്. കാരണം അത്രയധികം ഭാഷയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആരെയും രൂപീകരിക്കാൻ പറ്റില്ല, സംസ്ഥാനങ്ങളെ രൂപീകരിക്കാൻ പറ്റില്ല എന്നും അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൽ മാത്രം ആരെയും രൂപീകരിച്ചാൽ മതി, ഈ പറയുന്ന സംസ്ഥാനങ്ങളെ രൂപീകരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ആരുടെ റെക്കമെൻഡേഷൻ? ഈ പറയുന്ന JVP കമ്മിറ്റിയുടെ എന്താണ് റെക്കമെൻഡേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ JVP കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവർ റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നും തെലുങ്ക് സംസാരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ആന്ധ്ര എന്ന് പറഞ്ഞ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോറ്റി ശ്രീരാമലു രംഗത്തേക്ക് എത്തുന്നത്. പക്ഷേ ഗവൺമെൻറ് അതിനെന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. ആൻഡ് 100% ഗാന്ധിയനായിരുന്ന ആ പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞ വ്യക്തി
അമർജീവി എന്ന് പറഞ്ഞ സമര രീതി സ്വീകരിക്കുന്നു. ആൻഡ് വാട്ട് യു മീൻ ബൈ അമർജീവി? നിരാഹാര സമരമാണ്. അങ്ങനെ നിരാഹാര സമരത്തിൻ്റെ 56-ാം ദിവസം 1952 ഡിസംബർ 15 ഈ ലോകത്തോട് ആര് വിട പറയുന്നു? ഈ പറയുന്ന പോറ്റി ശ്രീരാമലു എന്ത് ചെയ്യുന്നു? വിട പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ പോറ്റി ശ്രീരാമലുവിൻ്റെ വിടവാങ്ങൽ ഇന്ത്യയിൽ മൊത്തം കോളിളക്കം സൃഷ്ടിക്കുന്നു. ജനങ്ങൾ സമരത്തിലേക്ക് പോകുന്നു. ഏറ്റവും അവസാനം 1953 ഒക്ടോബറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അടിസ്ഥാന സംസ്ഥാനമായി ആന്ധ്ര നിലവിൽ വരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അടിസ്ഥാന സംസ്ഥാനമായി നിലവിൽ വന്നത് ആന്ധ്രയാണ്. അതിനുശേഷം ഈ പറയുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത കമ്മീഷൻ വരുന്നു, ദ ഫസൽ അലി കമ്മീഷൻ. ആൻഡ് വി കോൾ ദ ഗ്രേറ്റ് ഫസൽ അലി കമ്മീഷൻ. എന്തുകൊണ്ടാണ് ഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്? ഇന്ന് ഇന്ത്യയിൽ കാണുന്ന രീതിയിൽ സംസ്ഥാനങ്ങളെ ക്ലാസിഫൈ ചെയ്ത കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി, കെ എം പണിക്കർ, എച്ച് എൻ ഗുൻസ്രു തുടങ്ങിയ 3 പേരടങ്ങുന്നായിരുന്നു ഈ പറയുന്ന ഫസൽ അലി കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. 1953 ഡിസംബറിൽ നിലവിൽ വന്ന ഫസൽ അലി കമ്മീഷൻ 1955 സമർപ്പിക്കുന്നതാണ് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട്. ആ ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ടിൽ ഫസൽ അലി പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് കണ്ടീഷൻ നമ്പർ 1, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ആ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സംസ്ഥാനങ്ങളെ രൂപീകരിക്കണമെന്നും അതുകൊണ്ട് തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ? ഈ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാൻ പാടൂ എന്നും ആര് പറയുന്നുണ്ട്? ഫസൽ അലി കമ്മീഷൻ പറയുന്നുണ്ട്. ആൻഡ് കണ്ടീഷൻ നമ്പർ 1 ആൻഡ് കണ്ടീഷൻ നമ്പർ 2. ആൻഡ് വാട്ട് ഈസ് ദ കണ്ടീഷൻ നമ്പർ 2? ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിന് ഒരു ഭാഷ എന്നുള്ളത് പോസിബിൾ അല്ല. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ഭാഷകൾ എന്താണ് ആവശ്യമാണ് എന്നുള്ളതാണ്. ആൻഡ് കണ്ടീഷൻ നമ്പർ 3, സ്വന്തമായി നിലനിൽക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കുക. ആൻഡ് കണ്ടീഷൻ നമ്പർ 4 ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ, ABCD ക്ലാസിഫിക്കേഷൻ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇങ്ങനെ 4 റെക്കമെൻഡേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫസൽ അലി കമ്മീഷൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ഫസൽ അലി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അമെൻഡ് ചെയ്യുകയും ഇന്ത്യയിൽ ആദ്യമായിട്ട് 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വരികയും ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിലവിൽ വന്ന 3 കമ്മീഷൻസ്, അതിൽ ഏറ്റവും ശക്തമായ കമ്മീഷൻസിലൊന്നാണ് ഈ പറയുന്ന ഫസൽ അലി കമ്മീഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇത്തരം ശക്തമായ ഒരു കമ്മീഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ശക്തമായി ഇന്ത്യയിൽ നിലകൊണ്ടിരുന്ന കമ്മീഷൻസിനെ കുറിച്ച്, അത് നയിച്ചിരുന്ന വ്യക്തികളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ പലപ്പോഴും എന്താണ് SSCയുടെ ഭാഗമാണ്. സോ നമുക്ക് പഠിക്കാം. ആൻഡ് നിങ്ങളെ കാത്ത് കോഴിക്കോട് റേസിൽ ഞാനും ഉണ്ടാവും. താങ്ക് യു.